ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണം കണ്ടെത്തി തിരിച്ചുപിടിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് എന്താണ് ബോർഡ് യോഗത്തിന് ശേഷം വിശദീകരിക്കപ്പെടുന്നത്. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ദ്വാരപാലക സ്വർണ്ണപ്പാളി, കട്ടള എന്നിവയുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളത് എന്നും ബോർഡ് ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. പ്രശാന്ത് കൃഷ്ണൻ, പ്രശാന്ത്, നേരത്തെ ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിന്റെ പ്രതികരണം കേട്ടിരുന്നതാണ്. ഹൈക്കോടതി നിർദ്ദേശിച്ച അന്വേഷണം തീരുന്നത് വരെ കാക്കാനുള്ള ക്ഷമയെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കാണിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം ഇപ്പോൾ നടന്നിരിക്കുന്ന ഗൗരവതരമായ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നിലപാടാണ് ബോർഡ് യോഗം സ്വീകരിക്കുന്നത്? ഏത് തരത്തിലായിരുന്നു ചർച്ചകൾ നടന്നത്? 2019 ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി, അതായത് അവിടെ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന സ്ഥിരീകരണം തന്നെയാണ് ബോർഡ് നേതൃത്വം ഈ വാക്കുകളിലൂടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം തിരിച്ചു പിടിക്കണം എന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഒരു വിലയിരുത്തൽ നടത്തുകയും സർക്കാരിനോട് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മൾ കണ്ടപ്പോഴും പറഞ്ഞത് ഈ നഷ്ടമായ ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളി തിരിച്ച് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ഈ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കഴിഞ്ഞ ബോർഡ് യോഗം സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അത് ചെമ്പാക്കി കൊടുത്തതാണ് എന്ന കാര്യം ഈ സുനിൽകുമാറിന് അറിയാമായിരുന്നു എന്നതാണ് വിജിലൻസ് റിപ്പോർട്ടിലെ പരാമർശം. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ സുനിൽകുമാർ അടങ്ങുന്ന 10 പേരെ പ്രതി ചേർത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ബോർഡ് യോഗം തീരുമാനിക്കുകയും ചെയ്തത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് ബോർഡ് യോഗത്തിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട തീരുമാനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.